ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. Celebrate the beauty of life. നമസ്കാരം. ജില്ലാ വാർത്തകൾ. തെരുവ് നായ്ക്കളുടെ സ്വൈര്യവിഹാരം പൊതുജനത്തിന് ഭീഷണിയാവുന്നു. മനുഷ്യർക്ക് നേരെയുണ്ടായിരുന്ന പരാക്രമം മിണ്ടാപ്രാണികൾക്ക് നേരെയുമായി. ഇവയുടെ വംശവർദ്ധനവ് തടയാൻ കോർപ്പറേഷൻ ആവിഷ്കരിച്ച പദ്ധതികൾ വാർത്തയിൽ മാത്രം ഒതുങ്ങി. തെരുവ് നായ്ക്കളെ പേടിച്ച് വഴിയിലിറങ്ങി നടക്കാൻ പറ്റാതായിരിക്കുകയാണ്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ മരുന്നുൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അപര്യാപ്തമാണെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർമാൻ ജസ്റ്റിസ് സിറിയക് ജോസഫ്. പത്രപ്രവർത്തകരുടെ നിലനിൽപ്പിനായുള്ള സമരം കോഴിക്കോട്ട് ആരംഭിച്ചു. കുത്തക മാനേജ്മെന്റുകൾ തുടരുന്ന നീതി നിഷേധത്തിനെതിരെയാണ് സമരം. കോതമംഗലത്ത് ബസ്സിന് മുകളിൽ മരം വീണ് വിദ്യാർത്ഥികൾ മരിക്കാനിടയായ സംഭവത്തിന്റെ മറവിൽ സംസ്ഥാനത്ത് വ്യാപകമായ മരങ്ങൾ മുറിച്ചു നീക്കാനുള്ള നീക്കം നടക്കുന്നുവെന്ന് പരിസ്ഥിതി സംഘടനകളുടെ കൂട്ടായ്മ. വിശദമായ വാർത്തകളിലേക്ക്. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ മരുന്നുൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അപര്യാപ്തമാണെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർമാൻ ജസ്റ്റിസ് വി സിറിയക് ജോസഫ്. ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ സംസ്ഥാന ആരോഗ്യമന്ത്രി ഇടപെടണം. 28/10/2014 മുഖ്യമന്ത്രി ഇടപെട്ട് നടത്തിയ യോഗത്തിലെ ഒരു തീരുമാനവും നടപ്പിലായിട്ടില്ലെന്നും ജസ്റ്റിസ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഒരു മെന്റൽ ഹെൽത്ത് സ്ഥാപനത്തിന് സെന്ററിന് അനുയോജ്യമായിട്ടുള്ള സൗകര്യങ്ങൾ മുഴുവൻ ഉണ്ട് എന്ന് പറയാൻ നിവൃത്തിയില്ല. ഈ ബ്യൂറോക്രാറ്റിക് ഡിലേ കൊണ്ട് പല കാര്യങ്ങളിലും ഇവിടെ നടക്കാതെ വരുന്നു. ഉദാഹരണമായിട്ട് മുഖ്യമന്ത്രിയുടെ മുൻകൈ എടുത്ത് തിരുവനന്തപുരത്ത് വിളിച്ചുകൂട്ടിയ മീറ്റിങ്ങിൽ എടുത്ത തീരുമാനങ്ങൾ പോലും നടപ്പിലാക്കാൻ പലപ്പോഴും സാധിക്കില്ല. ഓരോ അഡ്മിനിസ്ട്രേറ്റീവ് ഡിലേ കൊണ്ട് വന്നിട്ടുണ്ട്. ആരോഗ്യ വകുപ്പ് മന്ത്രി തന്നെ ഇവിടെ വന്ന് നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ഉദ്യോഗസ്ഥന്മാർക്ക് ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ് ഉൾപ്പെടെ DMO ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് നേരിട്ട് നിർദ്ദേശം കൊടുത്താലേ ഉള്ളൂ ഇവിടെയുള്ള പല അഡ്മിനിസ്ട്രേറ്റീവ് ഡിലേ ഒഴിവാക്കാൻ സാധിക്കും. പത്രപ്രവർത്തകരുടെ നിലനിൽപ്പിനായുള്ള സമരം കോഴിക്കോട്ട് ആരംഭിച്ചു. മാധ്യമപ്രവർത്തകരുടെ കുത്തക മാനേജ്മെന്റുകൾ തുടരുന്ന നീതി നിഷേധത്തിനെതിരെയാണ് നിലനിൽപ്പ് സമരം ആരംഭിച്ചിരിക്കുന്നത്. കാലിക്കറ്റ് പ്രസ് ക്ലബിന് മുൻപിൽ STU സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് കുട്ടി ഉണ്ണികുളം ഉദ്ഘാടനം ചെയ്തു. മാധ്യമരംഗത്തെ തൊഴിൽ അരക്ഷിതാവസ്ഥയ്ക്കെതിരെ കേരള പത്രപ്രവർത്തക യൂണിയൻ KUWJ സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന 10 ദിവസത്തെ നിലനിൽപ്പ് സമരത്തിനാണ് കോഴിക്കോട് പ്രസ് ക്ലബിന് മുൻപിൽ തുടക്കമായത്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് നിലനിൽപ്പ് സമരം എന്ന പേരിലുള്ള മാധ്യമപ്രവർത്തകരുടെ സത്യഗ്രഹം. STU സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് കുട്ടി ഉണ്ണികുളം നിലനിൽപ്പ് സമരം ഉദ്ഘാടനം ചെയ്തു. അന്വേഷണമെന്ന പ്രഹസനം നടത്തി ജീവനക്കാരെ പിരിച്ചുവിടുന്ന പ്രവണതയാണ് ഇന്ന് മാധ്യമ മേഖലകളിൽ കാണുന്നതെന്ന് അഹമ്മദ് കുട്ടി ഉണ്ണികുളം കുറ്റപ്പെടുത്തി. ഒരാളെ മാനേജ്മെന്റിന് ഇഷ്ടമില്ലെങ്കിൽ അയാളെ ഡൊമസ്റ്റിക് എൻക്വയറി വെച്ച് കേവലമായ ഒരു അന്വേഷണ പ്രഹസനം നടത്തുക, എന്നിട്ട് അയാളെ പിരിച്ചുവിടുക. ഇത് നമ്മുടെ രാജ്യത്ത് ഞങ്ങൾ തൊഴിലാളി പ്രവർത്തകർ ഒറ്റക്കെട്ടായി എതിർക്കുന്ന ഒരു പ്രവണതയാണ്. എന്താണ് ഈ ഡൊമസ്റ്റിക് എൻക്വയറി എന്ന് പറയുന്നത്? വിവിധ ജില്ലകളിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകർ ഓരോ ദിവസവും സമരത്തിന് അഭിവാദ്യമർപ്പിക്കും. മാനേജ്മെന്റുകളുടെ തൊഴിലാളി വിരുദ്ധ നടപടികൾ മൂലം മാധ്യമപ്രവർത്തകരുടെ ജോലി ഏതു നിമിഷവും നഷ്ടപ്പെടുന്ന സ്ഥിതിയാണ്. ഈ സാഹചര്യത്തിൽ നടക്കുന്ന സമരത്തിൽ ജില്ലയിലെ മുഴുവൻ പത്രപ്രവർത്തകരും പങ്കെടുക്കണമെന്ന് KUWJ ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടു. നിലനിൽപ്പ് സമരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ KUWJ സംസ്ഥാന പ്രസിഡന്റ് K പ്രേംനാഥ് അധ്യക്ഷത വഹിച്ചു. വിവിധ ട്രേഡ് യൂണിയൻ സംഘടനാ നേതാക്കളായ KG പങ്കജാക്ഷൻ, K ഗംഗാധരൻ, PA നാസർ, D രാജ, KUWJ സംസ്ഥാന ജനറൽ സെക്രട്ടറി N പത്മനാഭൻ, കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, C വിനോദ് ചന്ദ്രൻ, PK ബാലനാരായണൻ തുടങ്ങിയവർ നിലനിൽപ്പ് സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. കണ്ണൂർ ജില്ലയിലെ KUWJ പ്രവർത്തകരാണ് നിലനിൽപ്പ് സമരത്തിന് വെള്ളിയാഴ്ച നേതൃത്വം നൽകിയത്. നിലനിൽപ്പ് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് LIC എംപ്ലോയീസ് യൂണിയന്റെ പ്രവർത്തകരും സമരപ്പന്തലിലെത്തി.
കോതമംഗലത്ത് സ്കൂൾ ബസിന് മുകളിൽ മരം വീണ് 5 വിദ്യാർത്ഥികൾ മരിക്കാനിടയായ സംഭവത്തിന്റെ മറവിൽ സംസ്ഥാനത്ത് വ്യാപകമായി മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള നീക്കം അതീവ ഗുരുതരമാണെന്ന് പരിസ്ഥിതി സംഘടനകളുടെ കൂട്ടായ്മ. ഇത് മരം മാഫിയെ സഹായിക്കാൻ ഉതകൂ എന്നും അവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അപകട ഭീഷണിയുള്ള മരങ്ങളെക്കുറിച്ച് സർക്കാരിന് റിപ്പോർട്ട് നൽകും. ഇങ്ങനൊരു അപകടം വന്നതുകൊണ്ട് നാട്ടിലുള്ള മരങ്ങൾ മുഴുവൻ മുറിക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ മരങ്ങളുടെ നേരെ വലിയൊരു ആക്രമണം അഴിച്ചുവിടണമെന്നുള്ള നിലയിൽ ഉള്ള ഒരു ഓർഡർ വരുന്നത് ശരിയല്ല. അത് ബുദ്ധിശൂന്യതയാണ് അതിന്റെ പിന്നിലുള്ളത്. അത്യാഹിതങ്ങളുടെ പേര് പറഞ്ഞ് പാതയോരങ്ങളിലും വിദ്യാലയങ്ങൾ, ആശുപത്രികൾ, സർക്കാർ സ്ഥാപനങ്ങൾ, ഇതര പൊതുസ്ഥലങ്ങളിലുമുള്ള യാതൊരുവിധ കേടുപാടുകളും ബലക്ഷയങ്ങളുമില്ലാത്ത വൃക്ഷങ്ങളെപ്പോലും മുറിച്ചു നീക്കാനുള്ള ശ്രമമാണ് നടന്നത്. ഇപ്പോൾ യാതൊരുവിധ പരിശോധനയും നടക്കാതെ മരം മുറിച്ചു നീക്കാനുള്ള സർക്കാർ ഉത്തരവ് മരം മാഫിയകളെ സഹായിക്കുകയുള്ളൂ. ഒരു മരം മുറിച്ചു നീക്കിയാൽ 10 മരം വെച്ചുപിടിക്കണമെന്നുള്ള സർക്കാർ നയത്തെ തുരങ്കം വയ്ക്കുന്നതാണ് ഈ ഉത്തരവ്. ജില്ലയിലെ പൊതുസ്ഥലങ്ങളിലെ വൃക്ഷങ്ങളുടെ സുരക്ഷിതത്വം നിയമാനുസൃതമായി രൂപീകരിക്കപ്പെട്ട വൃക്ഷപരിശോധനാ കമ്മിറ്റി പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം ആവശ്യമെങ്കിൽ വൃക്ഷങ്ങളുടെ ശിഖരങ്ങളും മറ്റും മുറിച്ചു മാറ്റേണ്ടതുണ്ടെങ്കിൽ ഓരോ സ്ഥലവും നേരിട്ട് സന്ദർശിച്ച് പരിശോധനാ റിപ്പോർട്ട് ജില്ലാ ഭരണകൂടത്തിനും സംസ്ഥാന സർക്കാരിനും നൽകുന്നതാണ്. ഇത്തരം പരിശോധനയും റിപ്പോർട്ടും നടത്തിയതിനു ശേഷം മരം മുറിക്കാനുള്ള നടപടി കൈക്കൊള്ളുക എന്ന ആവശ്യവുമായി സംസ്ഥാന വ്യാപക പ്രക്ഷോഭത്തിലേക്ക് എല്ലാ പരിസ്ഥിതി സംഘടനകളും അണിചേരുമെന്നും സംയുക്ത സമിതി നേതൃത്വം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നമുക്ക് ഓരോ ജില്ലയിലും പരിസ്ഥിതി പ്രവർത്തകർ ചേർന്നുകൊണ്ട് അതിൽ സാമൂഹ്യ പ്രവർത്തകരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അപകടത്തിൽ വരുന്ന മരങ്ങളെ കണ്ടറിഞ്ഞ് പരിശോധിച്ച് റെക്കമെൻഡ് ചെയ്യുന്ന ഇന്ന മരങ്ങൾ അത് മഴക്കാലത്തിന്റെ മുന്നേ വരണം. തെരുവ് നായ്ക്കളുടെ കടിയേറ്റ് മൃതാവസ്ഥയിലായ മിണ്ടാപ്രാണിക്ക് ഒടുവിൽ ദയാവധം. തലയ്ക്കും കഴുത്തിനും ആഴത്തിലുള്ള മുറിവേറ്റ പശുക്കിടാവിനെ മൃഗസംരക്ഷണ വകുപ്പിന്റെ പരിശോധനയിൽ ജീവൻ നിലനിൽക്കില്ലെന്ന ഉറപ്പിൽ കോർപ്പറേഷന്റെ അനുമതിയോടെയാണ് മരണത്തിലേക്ക് തള്ളിവിട്ടത്. ചാലപ്പുറത്താണ് സംഭവം. നഗരത്തിൽ വീണ്ടും തെരുവു നായ്ക്കളുടെ ശൌര്യം കൂടുന്നു. ഇത്തവണ ഇരയായത് ഒരു മിണ്ടാപ്രാണി നാൽക്കാലി. 6 മാസം പ്രായമുള്ള ഒരു പശുക്കിടാവാണ് ഇത്തവണ തെരുവു നായ്ക്കളുടെ ആക്രമണത്തിന് ഇരയായത്. ചാലപ്പുറത്താണ് സംഭവം. കഴിഞ്ഞ ദിവസം രാത്രി 10ഓളം തെരുവു നായ്ക്കളുടെ ആക്രമണത്തിനിരയാകുകയായിരുന്നു ഈ മിണ്ടാപ്രാണി. ഗുരുതരമായ മുറിവുകളോടെ വെള്ളിയാഴ്ച രാവിലെയാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തലച്ചോറ് പുറത്തുചാടി മൃതാവസ്ഥയിലായിരുന്നു നാൽക്കാലി. കഴുത്തിനു താഴെയുള്ള എല്ലും ആന്തരിക അവയവങ്ങളും പുറത്തു കാണാവുന്ന വിധത്തിലായിരുന്നു മുറിവുകൾ. പശുക്കിടാവിന്റെ ദയനീയാവസ്ഥ ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ മൃഗാശുപത്രിയിൽ വിവരമറിയിച്ചു. പരിശോധന നടത്തിയപ്പോൾ മുറിവിന്റെ ഗുരുതരാവസ്ഥ അധികൃതർക്ക് ബോധ്യപ്പെട്ടു. ചികിത്സിച്ചു മാറ്റാൻ കഴിയില്ല. ഒടുവിൽ കോർപ്പറേഷന്റെ അനുമതിയോടുകൂടി ദയാവധം. പിന്നീട് ചാക്കുകൊണ്ട് മൂടി നഗരസഭയുടെ മാലിന്യ വണ്ടിക്കായുള്ള കാത്തിരിപ്പ്. ഒടുവിൽ ശുചീകരണ തൊഴിലാളികളെത്തി ജഡം മാറ്റി. തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ഇരുകാലികളേക്കാൾ എണ്ണത്തിലധികമാണ് ഇപ്പോൾ നാൽക്കാലികൾ. പക്ഷേ ഇവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരും വരുന്നില്ലെന്നതാണ് സത്യം. ഇതിനു കാരണക്കാരാവുന്ന നായകളെ കുറ്റം പറഞ്ഞാൽ മൃഗസ്നേഹികളുടെ ഒരു പടയുമെത്തും. പ്രിയപ്പെട്ട ശുനകസ്നേഹികൾ രാത്രികാലങ്ങളിൽ ചാലപ്പുറത്ത് വന്ന് കാവൽ കിടക്കണമെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. ശാസ്ത്രത്തിന്റെ നേട്ടങ്ങളും നാട്ടറിവുകളും കോർത്തിണക്കി കാർഷിക മേഖലയ്ക്ക് അനുയോജ്യമായ വിവിധതരം ഉപകരണങ്ങൾ നിർമ്മിക്കുകയാണ് കോഴിക്കോട്ടെ ഒരു സംഘം യുവാക്കൾ. ഗ്രീൻ കാർപ്പറ്റ് എന്ന് പേരിട്ടിരിക്കുന്ന കൂട്ടായ്മയാണ് ഇതിന് വേദിയൊരുക്കുന്നത്. ലളിതമായി പ്രവർത്തിപ്പിക്കാവുന്ന നിരവധി കാർഷിക ഉപകരണങ്ങളാണ് ഇവർ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. പഴമക്കാരിൽ നിന്ന് പകർന്നു കിട്ടിയ നാട്ടറിവുകളും ശാസ്ത്രതത്വങ്ങളും കൂട്ടിയോജിപ്പിച്ച് കർഷകർക്ക് ഗുണകരമായ ഉപകരണങ്ങൾ നിർമ്മിക്കുകയാണ് കോഴിക്കോട്ടെ ഗ്രീൻ കാർപ്പറ്റ് പ്രവർത്തകർ. കൃഷിയിടങ്ങളിൽ നനയ്ക്കാനായി പമ്പ് സെറ്റ് അന്വേഷിച്ചു പോകുന്നവർ ഒരു നിമിഷം ഈ കാഴ്ച കാണണം. ബൈക്കിൽ ഘടിപ്പിച്ച ലളിതമായ ഒരു പമ്പ് സെറ്റാണിത്. ബൈക്ക് സ്റ്റാൻഡിലാക്കി നിർത്തിയ ശേഷം എളുപ്പത്തിൽ ഈ പമ്പ് സെറ്റ് പ്രവർത്തിപ്പിക്കാം. ആവശ്യം കഴിഞ്ഞാൽ ഈ സ്റ്റാൻഡ് മുകളിലേക്ക് ഘടിപ്പിച്ചാൽ ബൈക്ക് ഓടിച്ചു പോവുകയും ചെയ്യാം. ബൈക്കിന് പിന്നിലെ ചക്രം തിരിയുന്ന ശക്തി ഉപയോഗിച്ചാണ് പമ്പ് സെറ്റ് പ്രവർത്തിക്കുന്നത്. ഇത്തരത്തിൽ നിരവധി ഉപകരണങ്ങളാണ് ഗ്രീൻ കാർപ്പറ്റ് പ്രവർത്തകർ കർഷകർക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. നാളികേരമിടാൻ തെങ്ങ് കയറ്റ തൊഴിലാളികളെ ലഭിക്കാതെ വിഷമിക്കുന്നവർക്കും ഇവരുടെ പക്കൽ ഉപകരണം റെഡിയാണ്. തെങ്ങിലും കവിങ്ങിലും കയറാൻ ഉപയോഗിക്കുന്ന വണ്ടർ ക്ലൈംബർ എന്ന ഉപകരണമാണിത്. കപ്പിയും കയറും സ്പ്രിങ്ങുകളും ഉപയോഗിച്ചാണ് ഇതിന്റെ പ്രവർത്തനം. ഇത് തെങ്ങിലോ കവിങ്ങിലോ ഘടിപ്പിച്ച ശേഷം താഴെ നിന്ന് ചരട് ഉപയോഗിച്ച് എളുപ്പത്തിൽ പ്രവർത്തിപ്പിക്കാം.
തെങ്ങിൽ ഇരുന്നു കയറണമെങ്കിൽ അതിനുള്ള ഉപകരണം ഇവരുടെ പക്കലുണ്ട്. ആർക്കും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാവുന്ന സാങ്കേതിക വിദ്യയാണ് ഇവയ്ക്കുള്ളത്. ഇതിനു പുറമെ കാർഷിക ജോലികൾ എളുപ്പത്തിലാക്കുന്ന വിവിധയിനം ഉപകരണങ്ങൾ ഇവർ നിർമ്മിച്ചിട്ടുണ്ട്. അടയ്ക്ക എളുപ്പത്തിൽ തോട് പൊളിക്കുന്ന ഉപകരണമാണിത്. ഇളനീർ വെട്ടാതെ എളുപ്പത്തിൽ വെള്ളമെടുക്കാൻ ലളിതമായ ഒരു ഉപകരണവും ഇവിടെയുണ്ട്. പുതിയ സാങ്കേതിക വിദ്യകൾ കണ്ടെത്തുന്നവരെ പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി നൽകാനും ഗ്രീൻ കാർപ്പറ്റ് പ്രവർത്തകർ സദാ സന്നദ്ധരാണ്. ജില്ലാ വാർത്തകളിൽ ഇടവേള. കല്യാൺ സിൽക്സിൽ ആടി സെയിൽ തുടങ്ങിട്ടോ. വെറും ആടി സെയിലല്ല, ഇന്ത്യയിലെ ഏറ്റവും വലുത്. കളക്ഷൻ എന്ന് വെച്ചാൽ വെറും കളക്ഷൻ അല്ല, ഈ വർഷത്തെ ഏറ്റവും പുതിയ കളക്ഷനുകൾ. വിലക്കുറവെന്ന് വെച്ചാലോ, ഈ വർഷത്തെ ഏറ്റവും വലിയ വിലക്കുറവ്. കല്യാൺ സിൽക്സ് ആടി സെയിൽ. ഏറ്റവും പുതിയ കളക്ഷനുകൾ, ഏറ്റവും വലിയ സെലക്ഷനുകൾ. 10 മുതൽ 50% വരെ വിലക്കുറവിൽ. ഇപ്പൊ വാങ്ങിയ ഇരട്ടി വാങ്ങാം. When the eyes are settled, don't settle for anything else. I'm not the star. She is. Mind Bridal Diamond Jewelry from Malabar Gold and Diamonds. Be a star, nothing less. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ക്യാൻസർ ബാധിതരായ കുട്ടികളുടെ പുനരധിവാസത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയായ C4CCAയുടെ ധനശേഖരണാർത്ഥം ലയൺസ് ക്ലബ്ബ് ഓഫ് കാലിക്കറ്റിന്റെ നേതൃത്വത്തിൽ വിപണനമേള സംഘടിപ്പിച്ചു. സാരികളും കുർത്തകളും കരകൌശല ഉൽപ്പന്നങ്ങളുമൊക്കെ ഒരുക്കിയായിരുന്നു പാരമൗണ്ടിലെ മേള. സേവനം ആവശ്യമുള്ളവരെ കണ്ടെത്തി അവർക്ക് സഹായം എത്തിക്കുകയെന്ന പുണ്യകർമ്മമാണ് ഒരുപറ്റം വീട്ടമ്മമാർ ഏറ്റെടുത്തിരിക്കുന്നത്. വില കൂടിയ ഉൽപ്പന്നങ്ങൾ ഉന്നത ഹോട്ടലുകളിൽ ഒരുക്കി ലാഭം കൊയ്യുകയല്ല, മറിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ക്യാൻസർ ബാധിതരായ കുട്ടികളെ സഹായിക്കാനാണ് ഇവർ ഇത്തരത്തിലൊരു വിപണനത്തിന് ഇറങ്ങിത്തിരിച്ചത്. കെയറിംഗ് ഫോർ ചൈൽഡ്ഹുഡ് ക്യാൻസർ ക്രോണിക് ഇൻഫ്ലുവൻസ് C4CCAന്റെ ധനശേഖരണാർത്ഥമാണ് ലയണസ് ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് പ്രദർശനം ഒരുക്കിയത്. ലയണസ് ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ അനു അഗസ്റ്റിൻ. ഇത് ലയണസ് ക്ലബിന്റെ ഇക്കൊല്ലത്തെ മേജർ പ്രോജക്ടിന്റെ ഭാഗമായിട്ടുള്ള സെയിലാണ്. ഞങ്ങൾ C4CCI എന്ന സംഘടനയെ സഹായിക്കാനാണ് ഈ സെയിൽ നടത്തുന്നത്. അതായത് കെയറിംഗ് ഫോർ ക്യാൻസർ ആൻഡ് ക്രോണിക് ഇൽനെസ് സംഘടന മെഡിക്കൽ കോളേജിലെ ക്യാൻസർ ബാധിതരായ കുട്ടികളുടെ പുനരധിവാസത്തിനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അവരെ സഹായിക്കാനാണ് ഞങ്ങൾ ഈ 1 ഡേ സെയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ജില്ലയിലെ പലയിടങ്ങളിൽ നിന്നുമുള്ള വീട്ടമ്മമാർ തയ്യാർ ചെയ്ത സാരി, കുർത്ത, ആയുർവേദ ഉൽപ്പന്നങ്ങൾ, കരകൌശല വസ്തുക്കൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയ 13 സ്റ്റാളുകളാണ് കോഴിക്കോട് പാരമൗണ്ട് ടവറിൽ ഒരുക്കിയ പ്രദർശനത്തിൽ ഉണ്ടായിരുന്നത്. ലയണസ് ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ അനു അഗസ്റ്റിൻ, സെക്രട്ടറി വിദ്യ സെൽവരാജ്, ട്രഷറർ സ്റ്റാൽവി സക്രിയ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഈ പ്രദർശനത്തിൽ നിന്നും ലഭിക്കുന്ന വരുമാനം പൂർണ്ണമായും C4CCAന്റെ പ്രവർത്തനങ്ങൾക്കായി ഇവർ നൽകും. കോഴിക്കോട് കുതിരവട്ടം മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർമാൻ ജസ്റ്റിസ് സിറിയക് ജോസഫ് മിന്നൽ പരിശോധന നടത്തി. സുപ്രീംകോടതി നിർദ്ദേശത്തോടൊപ്പം വിജിൽ എന്ന മനുഷ്യാവകാശ സംഘടന നൽകിയ പരാതിയും പരിഗണിച്ചായിരുന്നു പരിശോധന. ക്രമക്കേടുകൾ പലതും കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെട്ടു. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർമാൻ ജസ്റ്റിസ് സിറിയക് ജോസഫ് സന്ദർശിച്ചു. വെള്ളിയാഴ്ച രാവിലെ 10 നടത്തുമെന്നറിയിച്ച സന്ദർശനമാണ് വ്യാഴാഴ്ച വൈകിട്ടോടെ അപ്രതീക്ഷിതമായി ആരംഭിച്ചത്. എല്ലാ വാർഡുകളും സന്ദർശിക്കുകയും രോഗികളുടെ പരാതികളും ഡോക്ടർമാരുടെ വിശദീകരണം കേൾക്കുകയും ചെയ്തു. പല വാർഡുകളിലും രോഗികളെ കുത്തിനിറച്ച നിലയിലാണ്. ഓരോ സെല്ലിലും 25ഓളം പേരെ നിറച്ചതാണ് പല വാർഡുകളും. ഒരാൾക്ക് കഴിയാനുള്ള സൗകര്യത്തിലാണ് 25 പേർ കഴിയുന്നത്. ഇവർക്ക് എല്ലാവർക്കും കൂടി ഒരു ബാത്റൂമാണുള്ളത്. രോഗികൾക്ക് സൈക്യാട്രിക് ട്രെയിനിംഗ് ഇല്ലാത്ത നഴ്സുമാരാണ് പരിചരണത്തിനുള്ളത്. ആവശ്യത്തിനുള്ള സ്റ്റാഫുമില്ല. രോഗികൾ കമ്മീഷനോട് പരാതികളുടെ കെട്ടഴിച്ചു. കോടതി വഴി വന്ന ഒരാൾക്ക് ശിക്ഷാ കാലാവധി കഴിഞ്ഞിട്ടും മോചനം ലഭിച്ചില്ലായിരുന്നു പരാതി. അസുഖം മാറിയിട്ടും വീട്ടുകാർ കൊണ്ടുപോകാൻ വരുന്നില്ലെന്ന് ചിലർ, നല്ല ഭക്ഷണം നൽകുന്നില്ലെന്നും ഭക്ഷണത്തിന് രുചിയില്ലെന്നും മറ്റു ചിലർ പറഞ്ഞു. പല കാര്യങ്ങളും പെട്ടെന്ന് തീരുമാനിക്കാനാകാത്തതിനാൽ ലീഗൽ സർവീസസ് അതോറിറ്റി വിവരം അറിയിച്ചിട്ടുണ്ട്. അവർ വന്ന് സംഭവങ്ങൾ പരിശോധിച്ച ശേഷമേ തീരുമാനം പ്രഖ്യാപിക്കൂ. ഭക്ഷണ വിഭവങ്ങൾ ഇടയ്ക്ക് മാറ്റണമെന്നും കഞ്ഞിയോടൊപ്പം അച്ചാറും പപ്പടവുമെല്ലാം നൽകണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറി മഹാവീർ സിംഗ്, അസിസ്റ്റന്റ് രജിസ്ട്രാർ ഇന്ദ്രജിത് കുമാർ, ആരോഗ്യ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും സിറിയക് ജോസഫിനൊപ്പം ഉണ്ടായിരുന്നു. അറ്റകുറ്റപ്പണിയുടെ ഭാഗമായി പാളയം ബസ് സ്റ്റാൻഡ് അടച്ചു. നിലം ഉന്നത നിലവാരത്തിലുള്ള കോൺക്രീറ്റിംഗും മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള സൗകര്യത്തോടെയുള്ള ഓവുചാൽ സംവിധാനത്തോടെയുമാണ് അറ്റകുറ്റപ്പണി.
നിലവിൽ പാളയം സ്റ്റാൻഡിൽ നിന്നും സർവീസ് നടത്തുന്ന ബസ്സുകൾ ഇനി പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നുമാണ് സർവീസ് നടത്തുക. അറ്റകുറ്റപ്പണികൾക്കായി പാളയം ബസ് സ്റ്റാൻഡ് വെള്ളിയാഴ്ച മുതൽ അടച്ചിട്ടു. നവീകരണത്തിന് ശേഷം മാത്രമേ ഇനി സ്റ്റാൻഡിൽ നിന്ന് സർവീസ് ഉണ്ടാവുകയുള്ളൂ. അതുവരെ പാളയം സ്റ്റാൻഡുകളിൽ വന്നുപോകുന്ന എല്ലാ ബസ്സുകളും മൊഫീസിൽ സ്റ്റാൻഡിൽ നിന്നും സർവീസ് നടത്തണമെന്ന് ട്രാഫിക് സൌത്ത് അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു. താമരശ്ശേരി, കൊടുവള്ളി, മുക്കം, കൊടിയത്തൂർ, ചെറുവാടി, അടിവാരം, കുന്നമംഗലം, ഓമശ്ശേരി, തിരുവമ്പാടി, കൂടരഞ്ഞി, പുന്നക്കൽ, കൂമ്പാറ, അരീക്കോട്, നരിക്കുനി തുടങ്ങി കിഴക്കൻ മലയോര മേഖലയിലുള്ള ബസ്സുകൾ വെള്ളിയാഴ്ച മുതൽ ബോംഫീസിൽ ബസ് സ്റ്റാൻഡിൽ നിന്നാകും സർവീസ് നടത്തുക. അരയെടുത്ത് പാലം വഴി വന്ന് മുൻപ് KSRTC ബസ്സുകൾ പാർക്ക് ചെയ്തിരുന്ന ഭാഗത്ത് ഈ ബസ്സുകൾ പാർക്ക് ചെയ്യണം. 30 മിനിറ്റിൽ കൂടുതൽ ബസ് സ്റ്റാൻഡിൽ നിർത്തിയിടുവാൻ പാടില്ല. മൊഫീസിൽ സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ട് വുഡ്ലാൻഡ് ജംഗ്ഷൻ, പുതിയറ, അരയെടുത്ത് പാലം വഴി മടങ്ങിപ്പോകണം. അരയെടുത്ത് പാലത്ത് ബേബി മെമ്മോറിയൽ ആശുപത്രിക്ക് സമീപം വെള്ളിയാഴ്ച മുതൽ ബസ് സ്റ്റോപ്പ് അനുവദിച്ചതായും അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു. പാളയം ബസ് സ്റ്റാൻഡ് അറ്റകുറ്റപ്പണിക്കായി അടച്ചതിൽ പ്രതിഷേധം. നവീകരണ പ്രവർത്തനങ്ങളും ട്രാഫിക് പരിഷ്കാരവും അശാസ്ത്രീയമാണെന്നാണ് ജനങ്ങളുടെയും കച്ചവടക്കാരുടെയും ആരോപണം. ജൂലൈ 3-നാണ് കോഴിക്കോട് പാളയം ബസ് സ്റ്റാൻഡ് അറ്റകുറ്റപ്പണിക്കായി അടച്ചത്. മരാമത്ത് പണികൾ 2 മാസക്കാലം നീണ്ടുനിൽക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഇത് പാളയം പരിസരത്ത് ജോലി ചെയ്യുന്നവർക്കും വ്യാപാരികൾക്കും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കും. 2 മാസം സ്റ്റാൻഡ് അടച്ചിട്ടാൽ കച്ചവടം നടക്കില്ലെന്നും വാടക കൊടുക്കുവാനുള്ള കാശ് പോലും കിട്ടില്ലെന്നും വ്യാപാരികൾ ആശങ്കപ്പെടുന്നു. ഇതുമായി ബന്ധപ്പെട്ട ആളുകളുടെ അന്വേഷണം 2 മാസത്തേക്ക് 2 ബസ് സ്റ്റാൻഡ് അടയ്ക്കണമെന്ന് പറയണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബസ് സ്റ്റാൻഡിൽ കച്ചവടക്കാരുണ്ട്. ഞങ്ങൾ 2 മാസം വാടക പോലും കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇതിനകത്ത് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇത് ഉടനെ ഒന്നെങ്കിൽ ഈ ബസ് സ്റ്റാൻഡിന്റെ അടയ്ക്കുന്ന സമയത്ത് കിഴക്കേ സ്റ്റാൻഡ് തുറന്നുകൊണ്ട് ബസ്സുകൾ വരാനുള്ള സൗകര്യം സൃഷ്ടിക്കുക. ആ പണി കഴിഞ്ഞതിന് ശേഷം പടിഞ്ഞാറ് സ്റ്റാൻഡിലേക്ക് മാറ്റുന്ന സംവിധാനം ഉണ്ടെങ്കിൽ ഇവിടുത്തെ കച്ചവടക്കാർക്കും യാത്രക്കാർക്കും പൊതുജനത്തിനൊത്ത സൗകര്യപ്രദമായിരിക്കും. പക്ഷെ അശാസ്ത്രീയമായ രീതിയിൽ ഇതിന്റെ പണി നടക്കുന്ന രീതി എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക. കിഴക്ക്, പടിഞ്ഞാറ് എന്നിങ്ങനെ 2 സ്റ്റാൻഡുകളുണ്ട് പാളയത്ത്. ഇവ രണ്ടും ഒരുമിച്ചടയ്ക്കാതെ ഏതെങ്കിലും ഒന്ന് ആദ്യം നവീകരിച്ചാൽ ഇവരുടെ പരാതികൾ ഏറെക്കുറെ പരിഹരിക്കാം. ഇതിനു മുൻപ് പാളയത്ത് ലക്ഷങ്ങൾ ചെലവഴിച്ച് ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിച്ചിരുന്നു. എന്നാൽ അത് പൂർണ്ണതയിൽ എത്തിയില്ല. അതിനായി ഇറക്കിയിരുന്ന മെറ്റലും പാറപ്പൊടിയും കിഴക്കേ സ്റ്റാൻഡിൽ ഇപ്പോഴും കൂട്ടിയിട്ടിട്ടുണ്ട്. ഇവ നീക്കം ചെയ്താൽ തന്നെ പാർക്കിംഗ് സൗകര്യം വിപുലമാവും. കൂടാതെ വഴിയോര കച്ചവടക്കാരുടെ ഉന്തുവണ്ടികളും സ്റ്റാൻഡിനകത്താണ് നിർത്തിയിട്ടിരിക്കുന്നത്. ഇതും ബസ്സുകളുടെ പാർക്കിംഗ് ദുസ്സഹമാക്കുന്നുണ്ട്. അഴുക്കുചാലുകൾ തുറക്കുകയും കുഴികൾ നികത്തുകയും ചെയ്താൽ തന്നെ പാളയം സ്റ്റാൻഡിലെ പ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കാം. ക്യാമറാമാൻ ജഷാദിനൊപ്പം ശിശിർ ഘോഷ്, ജില്ലാ വാർത്തകൾ. മന്ത്രവാദത്തിന്റെ പേരിൽ വീട്ടമ്മയിൽ നിന്നും തട്ടിയെടുത്ത 400 പവൻ പണയം വെച്ചത് 20ഓളം സ്വർണ്ണമിടപാട് സ്ഥാപനങ്ങളിലെന്ന് അന്വേഷണ സംഘത്തിന് റിപ്പോർട്ട് ലഭിച്ചു. കോടതി റിമാൻഡ് ചെയ്ത പ്രതി കാപ്പാട് സ്വദേശിനി റഹ്മത്തിനെ 6 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കൊയിലാണ്ടി CIR ഹരിദാസിന്റെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടത്തിയത്. മന്ത്രവാദത്തിന്റെ പേരിൽ വീട്ടമ്മയിൽ നിന്ന് 400 പവൻ ആഭരണങ്ങളും 20 ലക്ഷം രൂപയും തട്ടിയെടുത്ത കേസിൽ അറസ്റ്റിലായ കാപ്പാട് പാലോട്ടുകുണി റഹ്മത്തിനെ പേരാമ്പ്രയിലെ സിദ്ധിന്റെ വീട്ടിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തി. കോടതി റിമാൻഡ് ചെയ്ത പ്രതിയെ 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. കാപ്പാട് ഉബൈദ് മൻസിലിൽ അബ്ദുൽ ലത്തീഫിന്റെ ഭാര്യ ഷാഹിദയെ മന്ത്രവാദത്തിന്റെ പേരിൽ വഞ്ചിച്ച് സ്വർണവും പണവും തട്ടിയെടുത്ത കേസിൽ ജൂൺ 26-നാണ് റഹ്മത്ത് അറസ്റ്റിലായത്. CIR ഹരിദാസിന്റെ നേതൃത്വത്തിൽ നടത്തിയ തെളിവെടുപ്പിൽ പ്രതി തട്ടിയെടുത്തതിൽ 150 പവൻ ആഭരണങ്ങൾ പണയം വെച്ചതിനെക്കുറിച്ച് വിവരം ലഭിച്ചു. എലത്തൂരിലെ ജില്ലാ ബാങ്ക് ശാഖയിൽ 95 പവൻ വരുന്ന ആഭരണങ്ങൾ പണയം വെച്ചു. ചേമഞ്ചേരി, അത്തോളി എന്നിവിടങ്ങളിലെ സ്ഥാപനങ്ങളിലും സ്വർണം പണയം വെച്ചു. ബാക്കി സ്വർണം പണയപ്പെടുത്തിയ സ്ഥാപനങ്ങളിൽ വരും ദിവസങ്ങളിൽ അന്വേഷണം നടത്തും. 20 സ്ഥാപനങ്ങളിലായാണ് സ്വർണം പണയപ്പെടുത്തിയതെന്ന് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. റഹ്മത്തിന്റെ സ്വർണ്ണ പണയം ഉൾപ്പെടെയുള്ള ഇടപാടുകൾ മരവിപ്പിക്കാൻ സ്ഥാപനങ്ങൾക്ക് പോലീസ് രേഖാമൂലം നിർദ്ദേശം നൽകി. കോടതി മുഖേന കേസിൽ ഉൾപ്പെട്ട സ്വർണം കണ്ടെടുക്കാനും നടപടി സ്വീകരിക്കുമെന്ന് CIR ഹരിദാസ് പറഞ്ഞു. ജില്ലാ വാർത്തകളിൽ മറ്റൊരിടവേള. കല്യാൺ സിൽക്സിൽ ആടി സെയിൽ തുടങ്ങിട്ടോ. വെറും ആടി സെയിലല്ല, ഇന്ത്യയിലെ ഏറ്റവും വലുത്. കളക്ഷൻ എന്ന് വെച്ചാൽ വെറും കളക്ഷൻ അല്ല, ഈ വർഷത്തെ ഏറ്റവും പുതിയ കളക്ഷനുകൾ. വിലക്കുറവെന്ന് വെച്ചാലോ, ഈ വർഷത്തെ ഏറ്റവും വലിയ വിലക്കുറവ്. കല്യാൺ സിൽക്സ് ആടി സെയിൽ. ഏറ്റവും പുതിയ കളക്ഷനുകൾ, ഏറ്റവും വലിയ സെലക്ഷനുകൾ, 10 മുതൽ 50% വരെ വിലക്കുറവിൽ. ഇപ്പൊ വാങ്ങിയ ഇരട്ടി വാങ്ങാം. പ്രത്യേക ശ്രദ്ധയ്ക്ക് മദ്യപാനം, പുകവലി, കഞ്ചാവ്, മറ്റു ലഹരി പദാർത്ഥങ്ങൾ ശീലമാക്കിയവർ നിങ്ങളുടെ കുടുംബത്തിലോ അറിവിലോ ഉണ്ടെങ്കിൽ അവരെ മോചിപ്പിക്കാൻ ഇതാ ഒരവസരം.
തികച്ചും ആയുർവേദ വിധിപ്രകാരം തയ്യാറാക്കിയ ആയുർവേദ മരുന്ന് അറിഞ്ഞോ അറിയാതെയോ നൽകാം. ഡോക്ടർ മിഥുൻ എടത്തിൽ, മീഞ്ചന്ത, കോഴിക്കോട്. ഫോൺ 9895539920. മരുന്ന് തപാൽ വഴിയും ലഭ്യമാണ്. WHO GMP ISO 9001-2000 HACCP സർട്ടിഫൈഡ് മെഡിസിൻ. കൂടുതൽ ചികിത്സാ വിവരങ്ങൾക്കും ബുക്കിംഗിനും ബന്ധപ്പെടുക. ലഹരി ഉപയോഗം അത് കുടുംബ ബന്ധങ്ങളെയും സമൂഹത്തെയും നാടിനെയും നശിപ്പിക്കും. അതിൽ നിന്ന് ഇതാ ഒരു മോചനം. ഒരു നല്ല നാടിന്റെ ഉയർച്ചയ്ക്കായി നമുക്ക് ഒരുമിച്ച് മുന്നേറാം. വാർത്തകൾ തുടരുന്നു. അന്താരാഷ്ട്ര കായിക മേളകളെ വരവേൽക്കാവുന്ന തരത്തിൽ ഒരുക്കിയ കാലിക്കറ്റ് സർവകലാശാല സ്റ്റേഡിയം ശനിയാഴ്ച കായിക പ്രേമികൾക്ക് സമർപ്പിക്കും. വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനായി മന്ത്രിമാരായ PK കുഞ്ഞാലിക്കുട്ടി, AP അനിൽകുമാർ എന്നിവർ ശനിയാഴ്ച ക്യാമ്പസിലെത്തും. ചരിത്രത്തിലാദ്യമായി പൂർണ്ണമായും സ്വകാര്യ പങ്കാളിത്തത്തോടെ സർക്കാർ സെക്ടറിൽ നിർമ്മാണം നടത്തുന്നു എന്ന പ്രത്യേകത കാലിക്കറ്റ് സർവകലാശാല സ്റ്റേഡിയത്തിനുണ്ട്. പ്രമുഖ വ്യവസായി ആലുങ്ങൽ മുഹമ്മദിന്റെ അല്ലബീർ ഗ്രൂപ്പാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നടത്തിയത്. 1,30 ലക്ഷം രൂപയാണ് ഇതിനായി ചെലവഴിച്ചത്. ഒരു പ്രൈവറ്റ് പാർട്ടി പബ്ലിക് സെക്ടറിലുള്ള ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിന് വന്ന് 1.25 കോടി രൂപ മുടക്കി 5 യൂണിറ്റ് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതിൽ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ ഫുട്ബോൾ ഗ്രൗണ്ട്, ടർഫ്ഡ് ഫുട്ബോൾ ഗ്രൗണ്ട് വിത്ത് ഫെൻസ്. രണ്ടാമത് ഗാലറിയൊക്കെ ടൈൽ ചെയ്ത് മോഡേണൈസ് ചെയ്തു. മൂന്നാമത് ഒരു റിഫ്രഷ്മെന്റ് സെന്റർ അത്ലറ്റ്സിന് വേണ്ടി ഉണ്ടാക്കി. നാലാമത് അവർക്ക് വേണ്ടി ഒരു കംഫർട്ട് സ്റ്റേഷൻ ഉണ്ടാക്കി. അഞ്ചാമത് ചെയ്തത് എക്സിസ്റ്റിംഗ് പവലിയനെ മോഡേണൈസ് ചെയ്തു. ഇത് 1.25 കോടി രൂപയായെങ്കിലും അദ്ദേഹം സ്വന്തം അറേഞ്ച് ചെയ്തുകൊണ്ട് ഗവൺമെന്റ് സിസ്റ്റത്തിൽ ഒരു 4 ഇരട്ടി, ഒരു 5 കോടി രൂപയുടെ വർക്ക് നടന്നു എന്നുള്ളതും, ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ സ്പോർട്സ് ആൻഡ് ഗെയിംസിൽ വിപ്ലവകരമായ മാറ്റം വരുത്തുന്നതിന് വേണ്ടി ഉതകിയെന്നുള്ളതും. ഫുട്ബോൾ കോർട്ട് നിരപ്പാക്കി പുല്ലുവിരിക്കൽ, പവലിയൻ മോടി പിടിപ്പിക്കൽ, ഗ്യാലറിയിൽ ടൈൽസ് വിരിക്കൽ തുടങ്ങിയ നവീകരണ പ്രവൃത്തികളാണ് നടത്തുന്നത്. സ്റ്റേഡിയത്തിന് CH മുഹമ്മദ് കോയയുടെ നാമധേയമാണ് നൽകിയിട്ടുള്ളത്. മന്ത്രിമാരായ PK കുഞ്ഞാലിക്കുട്ടി, AP അനിൽകുമാർ, PV അബ്ദുൽ വഹാബ്, MK രാഘവൻ MP, അഡ്വക്കേറ്റ് KN ഖാദർ MLA എന്നിവർ ചേർന്ന് വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിൽ സിന്തറ്റിക് ട്രാക്ക് നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട്. 3.5 കോടി രൂപ ചെലവിൽ നീന്തൽക്കുളത്തിന്റെ നിർമ്മാണവും ഉടൻ തുടങ്ങും. ഇവയെല്ലാം പൂർത്തിയാകുന്നതോടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രകൃതിദത്തമായ സ്റ്റേഡിയമായി കാലിക്കറ്റ് സർവകലാശാല സ്റ്റേഡിയം മാറും. മിഠായിത്തെരുവിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് സബ് കളക്ടർ ഹിമാൻഷ് കുമാർ റായ് സമർപ്പിച്ച റിപ്പോർട്ടിന് ഒരു നീതീകരണവുമില്ലെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ്. പ്രകടനം നടത്തിയ പ്രവർത്തകർ സബ് കളക്ടറുടെ കോലവും കത്തിച്ചു. മിഠായിത്തെരുവിലെ തീപിടുത്തത്തെ സംബന്ധിച്ച് അസിസ്റ്റന്റ് ജില്ലാ കളക്ടർ ഹിമാൻഷു റായ് സമർപ്പിച്ച റിപ്പോർട്ടിന് യാതൊരു നീതീകരണവുമില്ലെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോഴിക്കോട് ജില്ലാ യൂത്ത് വിംഗ് കമ്മിറ്റി ആരോപിച്ചു. തീപിടുത്തമുണ്ടായപ്പോൾ അത് ഷോർട്ട് സർക്യൂട്ട് ആണെന്നും പിന്നീട് അത് ഇൻവെർട്ടറിൽ നിന്നുമുണ്ടായതാണ് എന്ന് റിപ്പോർട്ട് നൽകിയതും യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള വ്യഗ്രതയാണ് ഇതിന് പിന്നിലെന്നും അവർ പറഞ്ഞു. ഇതിനുശേഷം മേൽ കെട്ടിട പുനരുദ്ധാരണം നിർത്തിവെച്ച നടപടിയും സബ് കളക്ടർ കൈക്കൂലി വാങ്ങിയതിന് തെളിവാണെന്നും അദ്ദേഹത്തെ ഉത്തരേന്ത്യയിലേക്ക് തന്നെ തിരിച്ചയക്കണമെന്നും യൂത്ത് വിംഗ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കച്ചവടക്കാർക്ക് ഇൻഷുറൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഗവൺമെന്റിൽ നിന്നും നഷ്ടപരിഹാരം ചോദിച്ചത്. ഇൻഷുറൻസ് ഉണ്ടായിരുന്നുവെങ്കിൽ അത് വാങ്ങുവാൻ കച്ചവടക്കാർക്കറിയാം. നഷ്ടപരിഹാരം കൊടുക്കരുതെന്ന് പറയാൻ ഉത്തരേന്ത്യക്കാരന് അധികാരമില്ല. സബ് കളക്ടറുടെ റിപ്പോർട്ടിനെതിരെ ജില്ലാ കളക്ടർക്കും ആഭ്യന്തരമന്ത്രിക്കും പരാതി സമർപ്പിച്ചിട്ടുണ്ട്. പോലീസ് അന്വേഷണം കാത്തുനിൽക്കുകയാണ് വ്യാപാരികൾ. പണ്ട് പെരുമൺ തീവണ്ടി ദുരന്തമുണ്ടായപ്പോൾ കാറ്റടിച്ചത് കാരണമാണ് തീവണ്ടി മറിഞ്ഞതെന്ന് പറഞ്ഞ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പിൻഗാമിയാണ് ഈ സബ് കളക്ടറെന്നും വ്യാപാരി വ്യവസായ യൂത്ത് വിംഗ് ആരോപിച്ചു. നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയ പ്രവർത്തകർ ഹിമാൻഷു റായിയുടെ കോലം കത്തിച്ചു. ഇന്ന് അദ്ദേഹം കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കച്ചവടക്കാരന് ഇൻഷൂർ ഇല്ല എന്ന പേരിലും നഷ്ടത്തിന്റെ കണക്ക് അവതരിപ്പിച്ചില്ല എന്ന പേരിലും ഒരു സാമ്പത്തിക നഷ്ടവും കൊടുക്കണ്ട എന്ന് സർക്കാരുകളോട് ശുപാർശ ചെയ്ത കലക്ടറുടെ ഡെപ്യൂട്ടി കലക്ടർ ഇവിടെ നിന്ന് സ്ഥലം മാറ്റണം. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇനിയുള്ള ഒരു പരിപാടികളിലും പങ്കെടുപ്പിക്കാൻ ഏകോപന സമിതി തയ്യാറല്ല എന്നുള്ളതിന്റെ ആദ്യ പടിയായുള്ള സൂചനയാണ് ഞങ്ങളിവിടെ കാണിച്ചത്. പ്രതിഷേധ ജാഥയ്ക്ക് ബാബുമോൻ, മനാഫ് കാപ്പാട്, K സേതുമാധവൻ, CJ ടെനീസൺ, AVM കബീർ, സലീം രാമനാട്ടുകര, മൊയ്തീൻ കോയ പന്തീരങ്കാവ്, മൊയ്തീൻ കോയ രണ്ടാം ഗേറ്റ്, ഹിഷാം SM സ്ട്രീറ്റ്, M വേണുകുമാർ, AK മൻസൂർ, PVA സിദ്ദിഖ് എന്നിവർ നേതൃത്വം നൽകി. കോഴിക്കോട് നഗരത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന ഒരു പദ്ധതിക്ക് കൂടി കോസ്റ്റൽ സോൺ വികസന അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. സൌത്ത് ബീച്ച് സൗന്ദര്യവൽക്കരണത്തിനായുള്ള പദ്ധതിക്ക് 3.85 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. കോഴിക്കോട് സൌത്ത് ബീച്ചിൽ സ്വീക്കിൻ ഹോട്ടലിന് മുൻവശം മുതൽ കോതി അപ്രോച്ച് റോഡ് ആരംഭിക്കുന്ന ഭാഗം വരെയാണ് പദ്ധതി പ്രദേശം. ഇത് 32,208 ചതുരശ്ര അടി വരും.
3.85 കോടി രൂപയുടെ വികസനമാണ് നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി അവിടെ നടപ്പാതയൊരുക്കും. ടൈലുകൾ പാകിയായിരിക്കും നടപ്പാത സ്ഥാപിക്കുക. കൂടാതെ ഇരിപ്പിടം, ചെറിയ മേൽപ്പാലം, അലങ്കാര ദീപങ്ങൾ എന്നിവയുമുണ്ടാകും. ടൂറിസം വകുപ്പാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കോഴിക്കോട് ബീച്ചിന്റെ സൗന്ദര്യം പൂർണ്ണമായും ഉൾക്കൊണ്ടുള്ള രൂപരേഖയാണ് ഇതിനായി ഒരുക്കിയിട്ടുള്ളത്. പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി നിലവിലുള്ള ലോറി സ്റ്റാൻഡ് മാറ്റി സ്ഥാപിക്കും. ഇതിനായുള്ള സ്ഥലം കണ്ടെത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ബീച്ചിൽ താമസിപ്പിക്കുന്നവരെ സ്പർശം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനരധിവസിപ്പിക്കും. ചാപ്പയിൽ ഭാഗത്തുള്ളവരെയാണ് പുനരധിവസിപ്പിക്കുക. കോതി അപ്രോച്ച് റോഡ് നിലവിൽ വന്നതിൽ പിന്നെ സൗത്ത് ബീച്ചിന്റെ പ്രസക്തി വർദ്ധിച്ചിരിക്കുകയാണ്. കടലിനോട് ചേർന്നാണ് അപ്രോച്ച് റോഡ്. അതോടൊപ്പം സൗത്ത് ബീച്ച് കൂടി വികസിപ്പിച്ചാൽ കോഴിക്കോടിന്റെ ടൂറിസം മേഖലയ്ക്ക് ഒരു മുതൽക്കൂട്ടാകും. കഴിഞ്ഞ കുറെ കാലമായി പദ്ധതി നിലവിലുണ്ട്. പക്ഷേ തീരദേശ പരിപാലന നിയമത്തിന്റെ കുരുക്കിൽപ്പെട്ട് മൃതാവസ്ഥയിലായിരുന്നു. മന്ത്രി മുനീറിന്റെ ഇടപെടൽ കൊണ്ടാണ് പദ്ധതിക്ക് വീണ്ടും ജീവൻ വെക്കുന്നത്. പദ്ധതി നിലവിൽ വരുന്നതോടെ സൗത്ത് ബീച്ച് പ്രദേശത്തെ സാമൂഹ്യവിരുദ്ധ നടപടികൾക്ക് വിരാമമാകും. സൗത്ത് ബീച്ചിൽ ലോറി സ്റ്റാൻഡിന് പിൻവശം പണ്ട് സ്വിമ്മിംഗ് പൂളിനെ കണ്ടുവച്ച സ്ഥലം മയക്കുമരുന്നുകാരുടെ പിടിയിലായിരുന്നു. ബിസിനസ് വാർത്തകൾ. വസ്ത്രവൈവിധ്യങ്ങളുടെ മികച്ച ശ്രേണിയൊരുക്കി ഷാൾസ് കാളൂർ റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. കോട്ടൺ, ചുരിദാർ മെറ്റീരിയലുകൾ മുതൽ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ വരെ ഒരുക്കിക്കൊണ്ടാണ് ഷാൾസ് ചെറിയ പെരുന്നാളിനെ വരവേൽക്കുന്നത്. വസ്ത്രവിപണിയിലെ അത്യാധുനിക പുതിയ കളക്ഷനുകളുമായി സ്ത്രീകൾക്കാവശ്യമായ എല്ലാവിധ വസ്ത്രങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഷാൾസ് റെഡിമെയ്ഡ് സെന്റർ കാളൂർ റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. എന്തിനും ഏതിനും പുതുമ തേടുന്ന മലയാളികൾക്കിടയിൽ സ്ത്രീകളുടെ മനസ്സിനെ കീഴടക്കുന്ന പുത്തൻ മോഡലുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഷാൾസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. സംസ്കൃതി, കറാച്ചി, ലാസ, ഗംഗ തുടങ്ങി 50ഓളം പുതിയ കളക്ഷനുകളാണ് ഇവിടെ അണിനിരത്തിയിരിക്കുന്നത്. 250 രൂപയുടെ കോട്ടൺ ചുരിദാർ മുതൽ 5000 രൂപ വില വരുന്ന പാകിസ്ഥാനി മോഡലുകളുടെ വിപുലമായ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മലബാറുകാരുടെ, പ്രത്യേകിച്ച് കോഴിക്കോട്ടുകാരുടെ വസ്ത്രങ്ങളോടുള്ള പ്രിയം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കോഴിക്കോട് മാങ്കാവ് റോഡിൽ കാളൂർ റോഡിൽ ഷാൾസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഷാൾസിൽ എത്തിയിരിക്കുന്ന പുതിയ വസ്ത്രങ്ങളെക്കുറിച്ച് ഉപഭോക്താക്കളെ അറിയിക്കുന്നതിനായി ഫേസ്ബുക്കും വാട്സപ്പും ഉപയോഗിച്ചുള്ള ആധുനിക വിനിമയ വിധിയും ഇവർ ഉപയോഗിക്കുന്നു. പാകിസ്ഥാനി, LT, ഗംഗ തുടങ്ങിയ വിവിധ ഇനം ബ്രാൻഡുകൾ ഇവിടെ ലഭ്യമാണ്. 360 രൂപ മുതൽ 5000 രൂപ വരെയുള്ള ചുരിദാറുകൾ ഇവിടെയുണ്ട്. പുതിയ പുതിയ സ്റ്റോക്ക് വരുന്നതിനനുസരിച്ച് കസ്റ്റമേഴ്സിനെ അറിയിക്കാൻ ഫേസ്ബുക്ക്, വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ചെറിയ പെരുന്നാൾ പ്രമാണിച്ച് വൈവിധ്യമായ മോഡലുകളും ഡിസൈനുകളുടെയും പുതിയ കളക്ഷനുകളാണ് കടയിൽ എത്തിയിട്ടുള്ളത്. ഷാൾസ് കളക്ഷൻ, കാളൂർ റോഡ്, കോഴിക്കോട്. ഇനി റമദാൻ വിശേഷങ്ങൾ. ഇന്ത്യൻ നാഷണൽ ലീഗ് ബേപ്പൂർ മുനിസിപ്പൽ കമ്മിറ്റി മാത്തോട്ടം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ റമദാനോടനുബന്ധിച്ച് അരി വിതരണം സംഘടിപ്പിച്ചു. അസ്കർ മാത്തോട്ടം അധ്യക്ഷം വഹിച്ച പരിപാടി ബഷീർ ബഡേരി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി കലാം കടുവാനത്ത്, പി ഇസ്മായിൽ, കെ സൈനുദ്ദീൻ എന്നിവർ സംസാരിച്ചു. INL റിലീഫിന്റെ മില്ലത്തെ സ്വാതന്ത്ര്യം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത്. വാർത്തകൾ ചുരുക്കത്തിൽ. മലബാർ മാവ് കർഷക സമിതിയുടെയും എക്സ്പോസൽ കൌൺസിലിംഗ് ഓഫ് റിസോഴ്സിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കോഴിക്കോട് തേൻ മഹോത്സവവും മാമ്പഴ കൈത്തറി കരകൌശല വിപണനമേളയും സംഘടിപ്പിക്കുന്നു. മാവൂർ റോഡിൽ അസ്മ ടവറിന് എതിർവശത്താണ് മേള. 4 ശനിയാഴ്ച രാവിലെ MK രാഘവൻ MP മാമ്പഴ മേള ഉദ്ഘാടനം ചെയ്യും. രുചികരമായ വിവിധ അച്ചാർ വിഭവങ്ങളുടെയും മാമ്പഴങ്ങളുടെയും തേനിന്റെയും കൈത്തറി കരകൌശല വസ്തുക്കളുടെയും പ്രദർശനവും വിൽപ്പനയുമാണ് മേളയിൽ ഉണ്ടാവുക. കോഴിക്കോട് സാമൂതിരി രാജ KC ഉണ്ണിയണ്ണജൻ രാജയുടെ നവതി ആഘോഷങ്ങൾ ജൂലൈ 5 ഞായറാഴ്ച തളി സാമൂതിരി ഗുരുവായൂരപ്പൻ ഹാളിൽ നടക്കും. സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. മേയർ AK പ്രേമജം, MK രാഘവൻ MP വീരേന്ദ്രകുമാർ, ശൈലേന്ദ്ര വർമ്മ, പ്രൊഫസർ PC കൃഷ്ണവർമ്മരാജ എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കും. തളി ക്ഷേത്ര സന്നിധിയിൽ നിന്നും ഘോഷയാത്രയോടുകൂടിയാണ് പരിപാടികൾക്ക് തുടക്കമാവുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ മരുന്നുൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അപര്യാപ്തമാണെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർമാൻ ജസ്റ്റിസ് സിറിയക് ജോസഫ്. പത്രപ്രവർത്തകരുടെ നിലനിൽപ്പിനായുള്ള സമരം കോഴിക്കോട്ട് ആരംഭിച്ചു. കുത്തക മാനേജ്മെന്റുകൾ തുടരുന്ന നീതി നിഷേധത്തിനെതിരെയാണ് സമരം. കോതമംഗലത്ത് ബസിന് മുകളിൽ മരം വീണ് വിദ്യാർത്ഥികൾ മരിക്കാനിടയായ സംഭവത്തിന്റെ മറവിൽ സംസ്ഥാനത്ത് വ്യാപകമായ മരങ്ങൾ മുറിച്ചു നീക്കാനുള്ള നീക്കം നടക്കുന്നുവെന്ന് പരിസ്ഥിതി സംഘടനകളുടെ കൂട്ടായ്മ.
ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Malabar Gold and Diamonds. Celebrate the beauty of life.